ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ ദുബായിലെ ഇപ്പോഴത്തെ അവസ്ഥയുടെ സമയത്ത് ആദ്യമായിട്ട് എടുക്കുന്ന വ്ളോഗാണിത്. വെൽക്കം ടു അൽഷസാം. ഇന്ന് നമ്മുടെ SKPയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പം അത് പ്രമാണിച്ച് അവൻ്റെ ഒരു ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അവന് ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചിരിക്കുകയാണ്. സോണിയുടെ ഒരു ചെറിയൊരു ഹെഡ്സെറ്റ് കേട്ടോ. അപ്പോൾ അവൻ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു പയ്യനാണ്. അപ്പോൾ അവന് മിക്കവാറും അത് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതങ്ങ് കൊടുക്കാമെന്ന്. പക്ഷെ കോമഡി എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ആദ്യം വന്ന് നിൽക്കുന്നത്. ആസ് ഓൾവേസ് ഞാൻ കണ്ണാടി എടുക്കാനും മറന്നു പണ്ടാരോടെ ഒന്നും കാണാനും വയ്യ. അപ്പോൾ എന്താണെങ്കിലും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ദുബായ് നിങ്ങൾക്ക് കാണാം. എവറിത്തിങ് ഈസ് കൈൻഡ് ഓഫ് കാം എന്ന് പറഞ്ഞ് തീർന്നില്ല. ഒരു ജെറ്റ് എൻ്റെ തലേര മണ്ടേ കൂടെ പോയി. ബട്ട് ജെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിസൈല് വരുന്നു, നിങ്ങളാരും പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുന്ന ലൈവ് മറ്റേ ഒരുമാത്തൊരു അലേർട്ട് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു രാജ്യം വളരെ ഗംഭീരമായിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മളെയൊക്കെ. സോ കുഡോസ് ടു ദ ഗവൺമെന്റ്. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തീരണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അതെ, അങ്ങനെ പമ്മി എത്തിയിരിക്കുകയാണ് നമ്മുടെ സിബിനോളജി മാത്രമുള്ള വൈഫും കെട്ടിയവനും കെട്ടിയവളും കൂടെ കെട്ടിയവനും കെട്ടിയ ഹസ്ബൻഡ് ആൻഡ് വൈഫോ നിങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. സിബിനോളജി ഇതെന്തത് ഭയങ്കര തണുപ്പാ. ഇന്നലെ ഒന്ന് ഇറങ്ങിയപ്പോഴാണ് മറ്റേ അവിടെ അടി അടിച്ചത്. ഞാനും നൊമാഡിയിലേക്ക് ഇറങ്ങി ഓടി. ഹലോ, നിങ്ങൾ ഇന്നലെ അടിപൊളിയായിട്ടൊക്കെ എവിടെയൊക്കെ പോയിരുന്നല്ലേ? വാഫി ഹൗസ്. ബാക്ക് ടു നോർമൽ ഏറെക്കുറെ. ഇന്ന് ഉച്ചക്ക് അടിച്ച് ചുമ്മാ പ്രമാണിച്ചിട്ടാണ് തോന്നുന്നു മിസൈൽ വിട്ടത്. ഇവർക്ക് അതൊന്നും ബാധകമല്ലേ? ബർത്ത്ഡേ ബായ് ഗൈസ്, ബർത്ത്ഡേ ബായ് ഈസ് ഹിയർ. നീ സ്വന്തം ഒരു കേക്ക് വാങ്ങിച്ചാ? ഇവർക്ക് കൊടുക്കണ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. സോണി ഇരിക്കട്ടെ, ഒരു ഹെഡ്സെറ്റ് പാട്ടും ഡാപ്സിയുടെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യാം. പിന്നെന്താ, നിനക്ക് ജോലി ചെയ്യാം. മറ്റേ വിളിച്ച നൊമാഡിയൻ ഇല്ല, നൊമാഡിയൻ വേറെ നൊമാഡിയൻ സമയം പാലിക്കണ്ടേ? യാസർ രണ്ടുപേരും ലേറ്റിന്റെ ആൾക്കാരല്ലേ, നമുക്ക് നോമ്പ് തുറക്കാം. നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നു ഗൈസ്. ലെറ്റ്സ് ഗോ. എവിടെയാണ്? ഇന്ത്യൻ പാലസാ. ഇത് നല്ല കടയത് സുബിന്, നല്ല കടയത്. ഭയങ്കര ഒതന്റിക് സ്ഥലം. ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഇവിടെ എന്ന് ചെന്നത് നിങ്ങൾ ചെയ്ത്? പണ്ട് എന്നിട്ട് അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ട് എവിടെ പിടിച്ചത്? നല്ല കുപ്പിവള കിലിങ്ങണല്ലോ. കുപ്പിവളയൊക്കെ ഇട്ട് കേട്ടോ ഇവിടെ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാം. പക്ഷേ ആ കാല് പോയി. ഇവിടെ കാല് കാണിയതാ. നൊമാഡിയന്റെ നൊമാഡിന്റെ ഗിഫ്റ്റ് വന്നു, പക്ഷെ നൊമാഡി വന്നിട്ടില്ല. ഓ, ഇവിടെ ബുഫേ ആണ് ഗൈസ്. ഓക്കെ, ബുഫേ എങ്കിൽ ബുഫേ സെറ്റാക്കാം. കൊള്ളാം കേട്ടോ, നല്ല സെറ്റപ്പ് കാണാം. അങ്ങനെ നോമ്പ് തുറന്നിരിക്കുകയാണ്. പിന്നെ നിന്റെ ബർത്ത്ഡേ പാർട്ടി നമ്മളെ ഉള്ളൂടാ. മറ്റേ ലേറ്റാ ആസ് ഓൾവേസ്. നൊമാഡിയൻ ഓൺ ദ വേ. യാസർ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞ് അവൻ വരുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ച് സെറ്റായിരിക്കുന്നതായിരിക്കും. ബിക്കോസ് ഇതാണ് നല്ല കിടിലം ബിരിയാണി കേട്ടോ. നല്ല ബിരിയാണിയും നല്ല കീമയും ബണ്ണും നല്ല മറ്റേ മീറ്റ് കോഫ്ത എല്ലാം കൊള്ളാം. സൂപ്പർ ഫുഡ്. താങ്ക്സ് ഡാ ഫോർ ദ ട്രീറ്റ്. രാജകീയ ട്രീറ്റ്. എല്ലാവരും രാജാപ്പാട്ട് ലുക്കുണ്ട്. എല്ലാവരുടെ കരച്ചിലും ബഹളവും ഫ്ലേവറിലാണ് കോൺസെൻട്രേറ്റ്. അന്നത്തെ പോലെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അന്ന് നമ്മള് മാത്രം ഉണ്ടായിരുന്നല്ലോ സമാധാനത്തിൽ. ആ സമാധാനം ഇന്നില്ല കേട്ടോ. എല്ലാവരും ജനപ്രളയം ഗൈസ്. പക്ഷെ നല്ല നല്ല ബിരിയാണി, നല്ല അയ്യോ കീമ ഇഷ്ടമുള്ള വന്നിരിക്കുകയാണ്. ഹായ് രേഷ്മ. നൊമാഡിയൻ ഇവിടെ വരാൻ വേണ്ടി പുതിയ ടീഷർട്ട് മേടിച്ചു, പുതിയ ഷൂസ് മേടിച്ചു. ബൈസെപ്സ് പഴയ തന്നെ.
എന്നിട്ട് ന്യായീകരിക്കണയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മറ്റന്നാള് വണ്ടി എടുക്കാൻ എനിക്കൊന്നും അറിയാൻ വേണ്ടി കൊതി മറ്റന്നാൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ കാറിൽ ഇരുന്ന വേണ്ടി പുതിയ ഡ്രസ്സ് കൊണ്ടുവരും. റെഡ് ഡ്രസ് എടുക്കും. വാച്ച് ഉണ്ടല്ലോ, അത് കെട്ടിയാ പോരെ. റെഡ് ഡ്രസ് പുതിയ കാർ എടുക്കാൻ പോകുമ്പോൾ റെഡ് ഡ്രസ്. ഇതുവരെ ഞാൻ ഇവര് പഴയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇല്ലല്ലേ, പഴയ ഡ്രസ്സ് ഇടാറുണ്ട്. അതിന്റെ മൂഡ് അനുസരിച്ച്. അത് ശരിയാ, ഞങ്ങൾ മൊബൈലിൽ പോകുമ്പോ അവന്റെ വസ്ത്രം കണ്ടാൽ മറ്റേ നമ്മുടെ കന്നാസും കടലാസിലെ പണ്ടത്തെ വേഷമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ചെരുപ്പ് ഒരു മറ്റേ ഡ്രസ് ഉണ്ടോ അവരുടെ വീട്ടിലെ ഇന്റീരിയറിന്റെ ആ ഡിസൈൻ എന്റെ അവളവിടെ പോയി ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഞാൻ മിസ്ത്രി ഇട്ടു. അപ്പൊ വന്നാ നിങ്ങൾ ഈ പറഞ്ഞ സാധനം അടിക്കുന്നതല്ലോ. ഫുഡ് കഴിച്ചെന്നെയാണ്. യാസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അതാണ് എന്റെ സത്യം. ഡെസേർട്ട് കഴിക്കാൻ വേറെയും പോവാം. യാസറിനെ കൊണ്ടല്ലേ ലാവാ കേക്ക് പോവാം. ലാവാ കേക്ക് അതിലായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ ലാവാ കേക്ക്. മറ്റേ ലാവാ കേക്ക് ഫുൾ പ്ലേറ്റ് ഞാൻ അയ്യോ, അത് നിങ്ങൾ ഒറ്റയ്ക്ക് തട്ടിയ സാധനം. ബർത്ത്ഡേ ആയിട്ട് ബോണസ് കൊടുത്തു ചെറുക്കന്. ഞങ്ങൾ സംസാരിക്കാം. കാട്ടാക്കട വേറെ റേഞ്ച്. കാട്ടാക്കട വേറെ റേഞ്ച്. കാട്ടാക്കട എവിടെ ഉള്ളതാ നീ? ഉസ്താൻ ഹോട്ടലിലുണ്ട് കാട്ടാക്കട റെഫറൻസ് അറിയാവോ? മദാമാര് ചോദിക്കൂലോ വേർ ഇസ് ദിസ് ഡിഷ് ഫ്രം എന്ന് പറയുമ്പോ ദിസ് ഇസ് ഫ്രം മൈ സ്മോൾ വില്ലേജ് കാട്ടാക്കട. കാട്ടാക്കട അല്ലേ കാട്ടാക്കട. അല്ലേ രക്ഷയില്ല. ഇതിലും പ്രഖ്യാപനം 16 വയസ്സിന് താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങൾ വേണ്ട. കർണാടകയില് ഓ അണ്ടർ 16 പിള്ളേർക്ക് ബാൻ, സോഷ്യൽ മീഡിയ ബാൻ. സൂപ്പർ സൂപ്പർ. എന്റെ മിക്ക ഫാൻസും 16 അയ്യോ അയ്യോ ചെയ്യരുതേ. അല്ല ഇത് കർണാടക നമ്മുടെ ഏരിയ അല്ലേ. ബാൻ ചെയ്യാൻ അറിയാതെ പോലും. പിന്നെ ഞാനില്ല. വെരി ഗുഡ്. ആഹാ ഇടിലെ ഗുലാബ് ജാമുൻ. അതാരും അത് മറ്റേത് പായസം. അയ്യടാ കാണിക്കല്ലോ അതേപോലെ അത് ഷോണി. എന്ത് ഗുണം എന്തോ ഹെഡ്സെറ്റ് അതിന്റെ ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ഹെഡ്സെറ്റ്. അത് ഷിപ്പ് ചെയ്തോ ഫ്ലാഷ് അടിച്ചു ഷിപ്പ് ചെയ്തോ. ഷൂട്ടിന് പോകുമ്പോ SD കാർഡ് ഇല്ല. ഷൂട്ടിന് വന്നത് 1 മിനിറ്റ് ബാലൻസ് ബാക്കിയുള്ള SD കാർഡ്. അപ്പൊ എന്റെ അടുത്ത് ഒരു SD കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതിന്റെ അടുത്തിടാൻ വെച്ചായിരുന്നു. ഏത് DJ Osmo 6. അപ്പൊ ഞാൻ ചോദിക്കാൻ നീ എടുത്തോ, എനിക്ക് നാളെ തിരിച്ചു വന്നാൽ കൊടുത്താണ്. ഒരു മാസം കയ്യില് ഒരു മാസം ആവാറായത് തിരിച്ചു വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ SD കാർഡ് വേറെ ഓർഡർ ചെയ്തു. ചിരിക്കല്ല പറഞ്ഞോ. ലെക്സാർ V30 SD കാർഡ് ഞാൻ ഓർഡർ ചെയ്തു. 128 GB 250 എന്തോ ഞാൻ ഓർഡർ ചെയ്ത് 180 dirhams ആണ്. സാധനം വന്ന് സാധനം ഞാൻ തുറന്നു. സാധനം തുറന്നു ഇത് SD എവിടെ, മൈക്രോ SD എവിടെ നോക്കുമ്പോ ഞാൻ SD ആണ് ഓർഡർ ചെയ്തത്, മൈക്രോ SD അല്ലേ. അതുകൊണ്ടെന്താ എനിക്ക് ക്യാമറക്ക് പുതിയ മെമ്മറി കാർഡ് പുതിയ മെമ്മറി കാർഡായി. ഞാൻ പറഞ്ഞല്ലേ മൈക്രോ SD. അല്ല പക്ഷെ എന്റെ ഇതിൽ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത് പിന്നെ ഞാൻ ഇത് തുറക്കുമ്പോ ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ വെച്ച അഡാപ്റ്ററിന്റെ അകത്തുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചു. ഇവര് അഡാപ്റ്റർ അടക്കം വരുമല്ലോ, അങ്ങനെ വരുമല്ലോ. അപ്പൊ ഞാനിത് എടുത്തിട്ട് ഇത് എവിടെ കാണുന്നില്ലല്ലോ പണ്ടായിരുന്നു. ഞാൻ മൈക്രോ SD അല്ല റിട്ടേൺ ചെയ്തിട്ടായിരുന്നു. ഞാൻ അവിടെ പൊട്ടിച്ച് റിട്ടേൺ ചെയ്യാം പറ്റുമോ? പിന്നെ വെച്ചിട്ട് ചിലപ്പോ ഒരു റിപ്ലൈ വരും, ഇതവിടെ വെച്ചോ റീഫണ്ട് ചെയ്യാൻ. ആമസോൺ അങ്ങനെ ചെയ്യുക. ആമസോൺ ഞാൻ പഴം ഇത് പൈനാപ്പിളാ. പൈനാപ്പിളിന്റെ കട്ടിയുള്ള ഭാഗം കഴിച്ചിട്ട് അവൻ തുപ്പയൊക്കെ ചെയ്യാൻ കൊള്ളില്ല. രേഷ്മ ടൈയൊക്കെ കെട്ടി കിടപ്പുണ്ട്. അത് പറക്കണ്ടേ? എത്ര പെട്ടെന്നാവോ എയർപോർട്ട് ഓപ്പൺ ചെയ്യാൻ പറ. നീയല്ലേ പറയാതിരിക്കണേ എയർപോർട്ട് തുറക്കണ്ട, പതുക്കെയൊക്കെ തുറന്നാ മതി. കഷ്ടം തന്നെ. യാസർ ഇതിനായിട്ട് വന്നിട്ടില്ല. സമയം ഞാൻ പറയുന്നത് യാസറിന് ബുഫി എടുക്കണ്ട 7:30. അരമണിക്കൂർ പുറത്തുണ്ടോ? പക്ഷെ നിങ്ങളുടെ കഴിവ് സംഭവിക്കണം. എന്നുവെച്ചാല് നിങ്ങൾക്ക് എത്ര എങ്ങനെയൊക്കെ ലേറ്റ് ആയി വെറുപ്പിക്കാൻ പറ്റുമോ അതെങ്ങനെയാ നമ്മളിത് ചെയ്തത്. ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ സത്യം പറയല്ലോ, നമ്മള് വേറൊരു വണ്ടി എടുത്തൊക്കെ വരണ്ടേ. നമുക്ക് ഭയങ്കര റിസ്ക് ആണ്. നമ്മള് സ്വന്തം വണ്ടി അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു മുട്ടൻ കോമഡി ഉണ്ട്. അത് ഇവ കാറ് മേടിക്കും, ലൈസൻസ് എടുക്കും ഇൻഷാല്ലാ. അത് കഴിഞ്ഞപ്പോ കാർ എടുക്കും. അന്ന് ഞാൻ ഒരു കഥ പറഞ്ഞുതരാവേ വ്യൂവേഴ്സ്, നിങ്ങൾക്കും ആ കഥ കേൾക്കാം. അതൊരു വെടിക്കെട്ട് സാധനം. ഞാൻ ഇന്നലെയാണ് അത് അറിയണം.
നീ നിനക്കറിഞ്ഞൂടെ? ഇവൾക്ക് അറിഞ്ഞൂടാ? ആ പിന്നെന്ത്? അല്ലല്ല, അപ്പൊ ഇവർക്ക് അറിഞ്ഞൂടാ. നമുക്ക് പറയാം, നമുക്ക് ഒരു ദിവസം പൊട്ടിക്കാം. അല്ല, ഏത് ലൈസൻസ്? ഇവിടുത്തെ ലൈസൻസോ? അപ്പൊ ആ കഥ ഒരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല, അടുത്ത പ്രാവശ്യം ആയില്ലെങ്കിൽ പിന്നെ ആ പരിപാടി എടുക്കാതിരിക്കുന്നതാണ് അവന് നല്ലത്. ഗൈസ്, അങ്ങനെ 7:30 ആയപ്പോ പയ്യൻ വന്നിരിക്കുകയാണ്. മെഹന്തി സുഖല്ലേ? ശരിക്കും ഇടൂ? മെഹന്തിന്റെ പേരുണ്ടായിട്ട് മെഹന്തി ഇട്ടെങ്കിലും മോശമല്ല. അല്ല, അത് എടാ മെഹന്തി, നീ മെഹന്തി ഇടൂ? ചെറുതായിട്ട് ഇടൂ. എന്തോടെ എടുത്ത് വാച്ച് ആകെ ഞാൻ വാച്ച് വാങ്ങിക്കാം. അഡിഡാസ് എന്തൊരു വാച്ചാണോ അത്? അഡിഡാസ് വെടിക്കെട്ടാണല്ലേ? പൊലപ്പൻ. പൊലപ്പൻ. ഓ മാൻ, കിടിലം. ഞാൻ എന്ത് ചെയ്യണം? മറ്റേ ടെറ ഡിസൈൻ, ടെറ അല്ലേ? നല്ല ചായ വേണോ? നല്ല ചായ വേണ്ട. നല്ല ചായ, മസാല ചായ. ഓ, അടിപൊളി മസാല. ഫ്രഷ് മിൽക്കിൽ വെറുതെ പറയല്ല. നിങ്ങൾ ഓർഡർ ചെയ്യും, ഞാൻ ഒരെണ്ണം സിപ്പ് അടിച്ചു നോക്കട്ടെ. നമ്മളതേ ടേസ്റ്റ്. ഇവിടെ കിടിലം വാച്ചേട്ടാ, നൈസ് വാച്ചേട്ടാ, അടിപൊളി കിടിലം വാച്ച്. ഗോൾഡ് സ്ട്രാപ്പും സെറ്റ് സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ. എടാ ഞാൻ ഹെഡ്സെറ്റ് മേടിച്ചു, XM6. ഞാനിപ്പോ എന്ത് ചെയ്യണം? വെറുതെ വിട്ടാതല്ലേ, അതാ നല്ലത്. അല്ല, ഇവിടെ മണ്ണും ചാറാണോ? ഇവിടെ ഫുള്ള് മണ്ണും ചാറുക. നക്കാമെന്ന് നക്കിട്ട് പോയി. നേരത്തെ അടിച്ചെന്തോ കട്ട് ചെയ്യണോ? എന്റെ അടുത്ത് കട്ട് ചെയ്യൂല, അതാണ് പ്രശ്നം. ആ ചെണ്ടി കട്ട് ചെയ്യൂല, പണ്ടാണ്. നീ ഒന്നും പണയണ്ട. അവ അതുപോലെ എടുത്തിട്ട് പറയും. സുബിന്റെ വണ്ടി ഉടനെ ഇറങ്ങുന്നതായിരിക്കും. റീവാംഡ് BMW 6 സീരീസ് അല്ലേ? 525. ഇന്നിറങ്ങും, നാളെ ഇറങ്ങും, മറ്റന്നാൾ ഇറങ്ങും. അല്ല, ഇന്നിറങ്ങേണ്ട വണ്ടിയായിരുന്നു. അല്ല, തിങ്കളാഴ്ച ഇറങ്ങും. എല്ലാ പണിയും കഴിഞ്ഞ് എനിക്കൊരു പേടി ഓൾട്ടർനേറ്റർ അതിന്റെ പോകുന്നു. ഓൾട്ടർനേറ്റീവ് ആയിട്ട് അല്ല, അങ്ങനെയുള്ള വണ്ടി അത് സാധനം ഇത്ര അഡ്വാൻസ്ഡ് അല്ല, പഴയ കാലത്ത്. എന്താ ഓൾട്ടർനേറ്റീവ്? ഇവിടെ റാനിക്കറിയാം എന്താ ഓൾട്ടർനേറ്റർ പറഞ്ഞോ? 10 പേരെ അറിയട്ടെ. റാനിയെ കാണാൻ പറ്റി എല്ലാം അറിയാറുണ്ട്. നിനക്ക് ഡൈനാമോ ഏതാ അറിയാന്ന്? വിചാരിച്ചല്ലേ? സൈക്കിൾ ഇറങ്ങുമ്പോ ഡൈനാമോ അതന്നെ സാധനം. അതന്നെ ലൈറ്റ് എത്തിക്കാനുള്ള സാധനം അങ്ങനെയല്ല, വണ്ടിക്ക് അല്ല, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. വണ്ടിക്ക് ജനറേറ്റ് ചെയ്യണല്ലോ, സ്പാർക്ക് പ്ലഗ് അല്ല. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റാർട്ട് ചെയ്യേ, ഇനിഷ്യേറ്റിംഗ് ഫയർ അല്ല, അത് എഞ്ചിൻ മറ്റേ പെട്രോൾ വരുമ്പോ കത്തിക്കാൻ. അതല്ലേ പിസ്റ്റണിലോട്ട് സ്റ്റാർട്ട് ചെയ്യണ എന്തായാലും സ്പാർക്ക് പ്ലഗ് വേണം. പക്ഷേ ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓൾട്ടർനേറ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കറക്കണമല്ലോ, ആ കറക്കാനുള്ള സാധനമാണ് ഈ പറയുന്നത്. ഈ ഓൾട്ടർനേറ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഫുൾ ടൈം വണ്ടി ഓടാൻ ഓൾട്ടർനേറ്റർ ഓൺ ആണ്. ഓൾട്ടർനേറ്റർ പ്രശ്നം വണ്ടി ഓടില്ല. ഇത് നമ്മൾ വിചാരിച്ച ഡൈനാമോ, ഇത് വേറെ സാധനം. ഓൾട്ടർനേറ്റർ റാനിയൊക്കെ അറിയാം. റാനിയൊക്കെ കാണാൻ പറ്റിയ അറിയാം. വെറുതെ ഇങ്ങനെ കമ്പിളായിട്ട് 46 കൊല്ലമായിട്ട് സ്പെയർ പാർട്സ് 46 അല്ലോ, 20 എത്ര വർഷമായി? ഒരു 10 വർഷം, ഒരു 5 6 വർഷമായിട്ട് സ്പെയർ പാർട്സ് അറിയാവുന്നതാണ്. സുബിനെയും കണ്ടില് വണ്ടി. എടാ ഡൈനാമോ ഇല്ല, അത് സൈക്കിളിന്. കാറിലും ഉണ്ടോ ഡൈനാമോ? പിന്നെ വണ്ടി ഈ പറയുന്ന ഓൾട്ടർനേറ്റർ വിളിക്കുന്നത് നമ്മളങ്ങനെ. ഓൾട്ടർനേറ്റർ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഓൾട്ടർനേറ്റർ പറയും. പുതിയ വണ്ടികൾക്ക് അങ്ങനെ ആയിരിക്കും. സ്റ്റാർട്ടർ ഉണ്ട്, ഓൾട്ടർനേറ്റർ ഉണ്ട്. ഓൾട്ടർനേറ്റർ അപ്പൊ എപ്പോഴും വണ്ടി ഈ വണ്ടിയുടെ ബാറ്ററി കംപ്ലീറ്റ് ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ എന്റെ BM ആ BM മോഡലിന് എപ്പോഴും ഓൾട്ടർനേറ്ററിന് കംപ്ലൈന്റ് ആവും. മനസ്സിലായോ?
അപ്പൊ വണ്ടിക്ക് നല്ല ഇനി വയസ്സായി എന്തുകൊണ്ടാണ് ഇത് ട്രെയിൻ ആവുന്നത്? 2009 ആണോ അത്? 2008 മോഡൽ 2008 8 മോഡൽ. പക്ഷെ വെൽ മെയിൻറ്റൈൻഡ്. 2009 അത് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുന്ന ഇങ്ങനെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പച്ച കളർ BMW? അതിനെ റീവാമ്പ് ചെയ്ത് പുതിയ എഞ്ചിനൊക്കെ വെച്ചിട്ടാണ് സുബിൻ ഇറക്കാൻ പോണത്. കളർ മാറി, കളറും മാറി. പുതിയ കളറായി, പുതിയ ഇന്റീരിയർ ആയി. സർപ്രൈസ് ആണ് ആർക്കും. സംഗതി ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാല് അവരെനിക്ക് കാണിച്ചിരുന്നില്ല വണ്ടി, ഫോട്ടോസ് അയച്ചിരുന്നില്ല. അപ്പൊ അവർക്ക് എന്നെ സർപ്രൈസ് ചെയ്യണം. നല്ല കാര്യം. ഓരത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇടിച്ചു ഹോട്ടൽ ലോസ് ആയോ? ടോട്ടൽ ലോസ് ആയോ എന്ന് ചോദിച്ചു. ഈശ്വര നെഞ്ചുകൊള്ളുന്ന വർത്താനൊക്കെയാണ്. അത് വണ്ടി റെഡിയായെന്ന് എന്നോട് ഇന്നലെ പറഞ്ഞാണ്. അല്ല വണ്ടി സുബിക്കല്ലേ, സുബിക്ക് വരെ ഇതുവരെ കാണിച്ചു കൊടുക്കുന്നില്ല. ഇന്ന് വിളിച്ചപ്പോ അവര് പറഞ്ഞു അത് റൈറ്റ് സൈഡില് ആക്സിലറേറ്റർ ലോക്ക് വെക്കാന്നില്ല. ആക്സിലറേറ്റർ സെറ്റ്. ഒരു കണ്ടീഷൻ ഉണ്ട്, വണ്ടി കൊടുക്കാം പക്ഷെ കൊളാവ് ഇടണമെന്ന് പറഞ്ഞു. കൊളാവ് ഇടുന്നില്ലയോ? കൊളാവാ, വണ്ടി ഫുള്ള് കൊളാവാ. കണ്ടോ? സൂപ്പർ ആയിട്ട് നിന്റെ വണ്ടി ഇറങ്ങിയ നമുക്ക് കൊളാ പഠിക്കാം. ഏതെങ്കിലും നടു റോഡിൽ നടക്കുന്നവനെ പിടിച്ച് കൊളാവെന്ന് അവര് പറയില്ല അല്ലേ? അതെ, ഞാൻ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ എത്ര പേര് കൊളാവ് നിനക്ക് അറിയുമെങ്കിൽ ചെയ്യണം, ചെയ്തു. നിന്റെ വണ്ടി ഇറങ്ങണ സാർ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവന്റെ ലൈസൻസിന് ആരെങ്കിലും കൊളാബ് ചെയ്യും. ലൈസൻസ് അത് കൊല്ലാൻ വേഗം ഒരാക്കിയേ പറ്റും ഗവൺമെന്റിന്. എന്റെ അക്കൗണ്ടും ഉബേദ് അക്കൗണ്ടും എന്റെ കൂട്ടുകാർ ശങ്കരയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് ഈ 5. അപ്പൊ ഈ കാശ് ഉടമസ്ഥന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യും, ഈ പൈസ നിങ്ങൾ എടുത്തോ, എണ്ണിക്കോ. 30 സെക്കൻഡിൽ എത്ര എണ്ണിക്കോ എന്റെ അക്കൗണ്ട്. അല്ലെങ്കിൽ വേറെ ഉണ്ട്, സുബിനോളുടെ അക്കൗണ്ട് അൺഫോളോ ചെയ്യുവാണെങ്കിൽ ഇത് മൊത്തം ഓരോ അൺഫോളോക്ക് 5 രൂപ. 5 തരത്തിന്റെ ഒരു അൺഫോളോ ആരും കേട്ടോ. കൊള്ളാല്ലേ, കോണ്ടന്റ് അല്ലേ നമുക്ക് പുറത്ത് ചെയ്യാം. വലിയ പൈസക്കാരനല്ലേ ഇവിടെ. എന്താ സക്കാത്തിന് സദക്ക ഞാൻ പറഞ്ഞതിൽ ഇതുമായിട്ട് എന്ത് ഡിഫറൻസ് ആണ് ഉള്ള? സദക്കയും സദക്ക് രണ്ടാണ്. എടാ സദക്കേന്ന് നിർബന്ധമായിട്ട് കൊടുക്കുന്നത് മാൻഡേറ്ററി. സദക്ക ഇസ് മോർ ലൈക്ക് എ ചാരിറ്റി. സക്കാത്ത് ഇസ് നോട്ട് എ ചാരിറ്റി. You have to give income എത്രയുണ്ടോ അതിന്റെ പെർസെന്റേജ്. എനിക്ക് ഒരു ചിരിയിൽ പോലും കൊടുക്കാന്നാണല്ലോ നമ്മളോട് പറയുന്നത്. കാശിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിരിച്ചോണ്ടിരിക്കുന്നതാ. ചിരി കൊടുക്കാം, കെട്ടിപ്പിടിക്കാം, കാശ് കൊടുക്കാം, കാശ് കൊടുക്കാം. ചിരി എന്റെ അടുത്ത് വേണ്ട കേട്ടോ, എനിക്ക് പൈസ മതി, ചിരി വേണ്ട എന്നോട്. ഒരാളുടെ ബിസിനസ്സിന് നല്ല ഒരു കൺസൾട്ടേഷൻ പോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം അങ്ങനൊക്കെ പറയുമ്പോ എന്റെ രേഷ്മ ഫോളോ ചെയ്യുവാണെങ്കിൽ 10 സെക്കൻഡ് സമയത്താണ് ഇത് മൊത്തം ഉണ്ട്. എന്റെ രേഷ്മയുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ അവൻ ചെയ്തിട്ടുണ്ടല്ലോ ബാക്കിൽ മറ്റേ നന്മമരം പാട്ട്. അതായത് 10 സെക്കൻഡ് കഴിഞ്ഞ് നമ്മള് 8 സെക്കൻഡ് ആയിട്ടുള്ള 9 സെക്കൻഡ് ആയിട്ടുള്ള 9 സെക്കൻഡ് 10 സെക്കൻഡ് ആവാൻ പോകുന്നുള്ളൂ. അങ്ങനെ മതി മതി മതി. 40 എത്ര എണ്ണി നോക്കി, എത്ര എണ്ണി ഇത് എന്റെ വക GTA പെട്രോൾ മൊത്തം കണ്ടന്റ് ആയിരുന്നല്ലേ. നമ്മുടെ പവർ ഗ്രൂപ്പിന്റെ എല്ലാവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ പൈസ എണ്ണം പറയാറ്. ഇത് ഇങ്ങനെ അപ്പുറം പരസ്പരം വെറുതെ അങ്ങനെ എല്ലാവർക്കും ചാറ്റ് കൊടുത്തിരിക്കും. 900 ഉള്ളു. എല്ലാവർക്കും കോണ്ടന്റ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോ 900 ഉള്ളു. ഒരു 100 കൊടുത്ത 1000 ആയിരുന്നു. ഒരു 100 കൊടുത്തല്ലോ. ഇത് 900 ഉള്ളൂ. ഒരിക്കലാവില്ലല്ലോ. ഒരിക്കലും 900 ഒന്നല്ല, ഞാൻ പകുതി എണ്ണിയതല്ലേ 40. ഇത് 500 ദിർഹംസ്. 500 ദിർഹംസാ. 100 നോട്ടുണ്ട്. ഇത് 500 തരണോ കാണുന്നത്? 100 നോട്ട്. എടാ കൊള്ളാടാ, നമുക്ക് എല്ലാവരും എപ്പോഴും 500 കറാമല്ലേ 500 ഒരു പേജ് ഐവാ ദുബായ് എന്ന് പറഞ്ഞൊരു പേജ് ഇപ്പൊ നിനക്ക് എമിറേറ്റ്സ് പിടിയിലുണ്ടോ? അക്കൗണ്ട് ഉണ്ടോ? അപ്പൊ ADC പോണം. ഞാൻ ചെയ്യണോ? എന്നെ ഒരു ടീം ചോദിക്കും നീ അക്കൗണ്ട് ഹോൾഡർ ആണ്. ചെയ്യാൻ ഞാൻ പറയില്ല, ചെയ്യില്ല. ഗൈസ്. അപ്പൊ മെഹന്തി ഇടൂല ഗൈസ്, കാശ് വേണമെങ്കിൽ പേര് മാത്രമേ ഉള്ളൂ. ഡിസൈൻ എങ്ങനെ കാശ് വേണം കേട്ടോ. റാനിന്റെ കയ്യിലിട്ടിട്ട് നമുക്ക് പരീക്ഷിക്കാം. ശരിക്കും ഇടൂ. സ്റ്റോറി അങ്ങ് കിട്ടോ, കുഴപ്പമില്ല. കാശ് നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കയ്യിൽ. കുറെ സ്ഥലം കിട്ടും. നൊമാഡി ഉടനെ മുട്ട അടിക്കും, വേണേ അതിലിടാം. അടിക്കണ്ടാ അതിന് ജീമ്പുമ്പ കണ്ടന്റ് അതാണ്. മെഹന്തി ഇട്ട അടിപൊളിയായിരുന്നു കേട്ടോ മുട്ടയില്. നീ മറ്റേ സാധനം ചെയ്യണം, ജയ്സൂരി കൊണ്ട്. എടാ ആണോ? ഞാൻ സൈഡിൽ ഇങ്ങനെ സുബ്രഹ്മണ്യ റാണി എന്നൊക്കെ എഴുതി നോക്കട്ടെ. കുറച്ച് രസാവ്, ഇവ ശരിക്കും അത് ചെയ്യും. എടാ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഹരി മുരളി മറ്റേ ദർബാർ ദർബാർ രാഘവ്.
ഇതാണോ ശീശ? ഇതാണോ ശീശ? ഹരിതവൃന്ദ രണ്ട് പാട്ട് ഇടയ്ക്ക് ഷൂ കൂടെ എടുത്തോളെ. ഇതാണ് അവന്റെ പുതിയ ഷൂസ്. കളർ വരുന്നുണ്ടോ? കളർ അധികം അങ്ങോട്ട് വരില്ല കേട്ടാ. അത് പുറത്ത് നൈറ്റ് പർപ്പിൾ എടുക്കട്ടാ. നിനക്കാകെ ചേരുന്നത്. അപ്പൊ ഞാൻ അങ്ങ് എടുക്കുക. ഇത് ഞാൻ അങ്ങ് എടുക്കുവാ. എനിക്ക് വേണം. മോഹൻലാൽ കിടന്ന സ്ഥലമാണ് ഇത്. മോഹൻലാൽ കിടന്ന് കളിച്ച സ്ഥലം അത്. നിന്നെ തേടി. ഇല്ല ഇപ്പൊ പറ്റുന്നില്ല. ശരിക്കും ഇട്ടിരിക്കുന്നതല്ല, ഭക്ഷണം കഴിച്ചു. നീ ഇത് മറക്കണ്ട. കണ്ണാടി പോയി. ടെന്നീസ് ഒക്കെ ഉണ്ട്. പണ്ണാണോ? ശരിക്കാം മാറി നിന്നിട്ട്. ഓക്കെ രേഷ്മ ഇൻ ഹെർ സിൽവർ പാന്റ്. ഡിസ്കോ ഇത് ബർത്ത്ഡേ പാർട്ടി ആയതുകൊണ്ട് ഡിസ്കോ ഫാൻസ് അവൻ ഗിഫ്റ്റ് ഒക്കെ എടുത്താ. അത് എന്തെടുത്തില്ലേ അത് എടുക്കും. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആരാ ഫോണത്? ശരി. അപ്പൊ കണ്ണാടി മറന്നു. നൊമാഡി കണ്ണാടി മറന്ന് അവന്റെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഓർക്കോ നോക്കാം അല്ലേ? അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. വി ആർ ലൈവിംഗ് ഗൈസ്. അപ്പൊ ഇതാണ് കടയുടെ പേര്, ഇന്ത്യൻ പാലസ് റെസ്റ്റോറന്റ്. നല്ലായിരുന്നു കേട്ടോ, നല്ല കടയും നല്ല വൈബും നൈസായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറേ നാൾക്ക് ശേഷമാണ് ഒന്ന് ഇറങ്ങി ചില്ല് ചെയ്തത്. അപ്പോൾ ഈ വ്ളോഗ് മെയിൻലി അങ്ങനത്തെ ഒരു മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വ്ളോഗാണ്. നാളെ നമ്മളൊരു പോഡ്കാസ്റ്റ് എടുക്കാനായിട്ട് പോണുണ്ട്. ജസ്റ്റ് ഇവിടുത്തെ ഒരു അവസ്ഥയും ഇവിടുത്തെ ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന ഒരു ഹാർഡ്ഷിപ്പും കാര്യങ്ങളൊക്കെ പറയുന്നൊരു നമ്മളുടെ ഒരു ലൈഫ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇപ്പോൾ ആസ് വി സ്പീക്ക് ഞാൻ പറയില്ല, ഇപ്പം നമുക്ക് അങ്ങനെ വിഷയമൊന്നും ഇല്ല. മെയിനായിട്ട് ഞാൻ പറയില്ല, മെയിൻലി അപ്പുറത്തെ സൈഡിലോടാ ജബലലി സൈഡ് അങ്ങോട്ടൊക്കെ ഈ കുറച്ചും കൂടെയൊക്കെ ഈ മറ്റേ സീ ആ ഒരു ഏരിയയിലോട്ടൊക്കെയാണ് ഈ പ്രശ്നം ഉള്ളത്. സോ യാ, അപ്പോൾ നമ്മൾ നേരെ എനിക്കറിയില്ല എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാവുമായിരിക്കും, നോക്കാം. അതോടെ രേഷ്മയുടെ ഡാൻസ് നാടോടി നിർത്തോ? എന്താണ് സംഭവം? നീ ഡാൻസ് ഇല്ലടാ. അതൊക്കെ അവന് വേറെ നിസ്സാര അലൻ ജോസ് ഡാൻസ്. വെല്ലുവിളികളാണോ? പോവാം. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഡെസേർട്ട് കഴിക്കാൻ പോണെന്ന് പറഞ്ഞു. ഡെസേർട്ടോ? മണലിക്കോ? സാധനം പിന്നെ കാര്യം അറിയാം. ഡെസേർട്ട് എവിടെ മണലിലാന്ന് കഴിക്കാൻ പോകുന്നില്ലേ? പോണണ്ടാ? ആ പോന്ന ടീം പറഞ്ഞേ. ബൗളിംഗ് ഇതിനൊക്കെ ഷാർജയിൽ പോലടാ. ഷാർജയിലാണ് പോണുള്ളൂ. ചായ കുടിച്ചാലോ? ഞാൻ റെഡിയാണ്. ഞങ്ങളൊന്നും റെഡിയല്ലേ? ഞാൻ റെഡിയാണെന്ന് പറയാൻ. റിസോർട്ടില് റിസോർട്ടിൽ ആൾട്ടർനേറ്റീവ് ആയി. റിസോർട്ടില് 8:30. എടാ എന്താ ജെന്റിൽ വൺസ് നീയാണ് ഓർപ്പിച്ച ഉള്ളതുകൊണ്ട് കൊള്ളാം. വെല്ലുവിളികളാണോ? കൊള്ളടാ. മൂന്നാമത്തെ ഇത് പോയി പോയതുപോലെ തന്നെടാ. അങ്ങനെ നമ്മൾ അൽ ഹാജീസ് എത്തി. ഒരു കാര്യമുണ്ട്, ഈ വാച്ച് നമുക്ക് ഗസ് ചെയ്യുന്നവർക്ക് ഗസ് ഉണ്ടോ? ഞാൻ ഗസ് ചെയ്തു. ഗസ് നീ എന്ത് വാച്ച് ഗസ് അറിയില്ല. ഗസ് ചെയ്യാൻ പോലും വയ്യ അവന്. ഗസ് ഞാൻ ഗസ് ചെയ്തു. ഗസ് ഞാനും ഗസ് ചെയ്തു. ഇവിടെ എഴുതിയിട്ടുണ്ടോ? ആണോ? ഗസ് നൊമാഡിയന്റെ വികൃതികൾ. പച്ചക്കളർ സംഭവം എവിടെയാണ്? അതോ ഇരിക്കണം. ഒരു പെർഫ്യൂം എടുക്കാൻ വന്നതാണ്. ആ പെർഫ്യൂമാണ് നമ്മുടെ ഈ പെർഫ്യൂം, അമൂജ് എക്സിസ്റ്റൻസ്. നമ്മുടെ അഹമ്മദാണ് എനിക്കിത് പരിചയപ്പെടുത്താൻ കേട്ടോ. നല്ല വില കുറഞ്ഞ ഒരു വളരെ ചീപ്പായിട്ടുള്ള. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അടിക്കുന്ന പെർഫ്യൂമിന്റെ ഹാജീസിൽ വരിക. സൂപ്പർ സാധനമാണ്. ഗൈസ്, നൊമാഡിൻ പഠിച്ച ഒരു ജോക്കിന് ചിരിച്ച ചേട്ടനെ നമ്മൾ ഇവിടെ അഭിനന്ദിക്കുകയാണ്. എന്തായിരുന്നു അപൂർവം കാണുന്നൊരു ഇതാണ്.
പറഞ്ഞ് ഇതൊരു ഫ്രൂട്ടിയാണ് ഫ്രൂട്ടി അല്ല പെപ്സി. ഇതായിരുന്നു ഗൈസ് ജോക്ക്. നിങ്ങൾക്ക് ജോക്ക് താഴെ റേറ്റ് ചെയ്യാം. ആദ്യമായിട്ടില്ല എല്ലാരും തന്നെ പറയുന്നത്. ഫ്രൂട്ടി സ്മെല്ലടാ. ഫ്രൂട്ട് അല്ലത് ഫ്ലോറൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിങ്ങനെ ഫ്രൂട്ടിയും ഫ്ലോറലും അതാ ശരി, ഫ്ലോറൽ. നമ്മൾ മനസ്സിലാക്കണം. ഇതും ഫ്ലോറലാ. പിച്ചിപ്പൂന്റെ മണോ? പിച്ചിപ്പൂ. അത് മനസ്സിലാക്കണം. ഇത് പിച്ചിപ്പൂന്റെ മണോ? നമ്മള് ചോദിച്ചില്ലല്ലോ. ഫ്രൂട്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഫ്ലോറൽ അത് പറയണത്. എടാ ഇത് പിച്ചിപ്പൂ. 36,000 രൂപ എടുത്തിട്ട് പിച്ചിപ്പൂ. അയ്യോ, ഞാൻ മേടിച്ചോണ്ടിരാ 10 വർഷത്തിന് അവിടെ കേരളയിൽ കിട്ടും പിച്ചിപ്പൂ. ആ പിച്ചിപ്പൂ അല്ല, ഇത് ഒമാനിന്ന് വന്ന എന്താ ഗോൾഡിന്റെ ബോക്സോ? വില കേട്ടാ. മിക്കവാറും അതൊക്കെ തുറക്കണേ. ആ കിട്ടി. അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോടാ. അയ്യേ, ആ 36,000 രൂപയുടെ മണം നോക്ക്. റോസ്മേരിയുടെ വേണോ? നല്ല മണമാണ്. അവന് ഭ്രാന്താണ്. ചന്ദനക്കടത്തിൽ അല്ലല്ല, മറ്റേ നമ്മുടെ 5 രൂപ സാധനല്ലേ അനിയ അപ്പുറത്തുണ്ടോ? കട ഓപ്പൺ ആണോ? 30,000. ഇത് ഞാൻ വാങ്ങി. ഇതാണ് സാധനം. ഞാൻ അതിലടിച്ചോളാം. ഞാള് ശരിക്കും തന്തമായ അത് നെല്ലിപ്പമാരം. 36,000 രൂപ വെള്ളത്തിൽ ഉറച്ചു വേണം. ഇത് വെല്ലിപ്പാന ഓർമ്മ വരുന്ന എനിക്ക്. നല്ല റോസ്മേരി ഇല്ലേ ഷേക്ക് ഉണ്ടാക്കിയിട്ടുള്ള മണം. പുള്ളിയുടെ ആഗ്രഹമല്ലടാ. ഇത് പുള്ളിയുടെ ഇത് ഞാൻ പറയാം. ഇത് സുബിനോളിന്റെ ടേസ്റ്റ് അല്ല. സുബിനോളിന്റെ ടേസ്റ്റ് ഇല്ല. എന്റെ ടേസ്റ്റ് കണ്ടോ? നിന്റെ ടേസ്റ്റ് അല്ല. എന്റേതാ നിന്റെ ടേസ്റ്റ് ആണോ ഇത്? എന്റെ ഇതെന്റെ അമ്മച്ചിയുടെ അപ്പൂപ്പന്റെ ഒക്കെ മണം. വെല്ലിപ്പാന മണം. നല്ല ഫ്രഷ് ഇതായിരിക്കും രസം ഉണ്ടായിരുന്നു. 36,000 രൂപ ഫോർ കൊടുത്ത് എക്സാമ്പിള് ഇത് ഇങ്ങളടിച്ച് എനിക്ക് നല്ല സ്മെല്ല് അടിച്ചാക്കിയത് മണം കിട്ടില്ല. ശരി, നമുക്ക് മണം കിട്ടില്ല. അത് എനിക്കാണ് ഞാൻ മനസ്സിലായില്ലേ? അടിച്ച അമ്മ പോണം. വലിയ പൂപ്പാന്നൊക്കെ ഞാൻ അടിച്ചില്ല. ഞാൻ